ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പേസ്ട്രീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഫേവറേറ്റായ ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഓവനില്ലാതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം, സ്പോഞ്ച് കേക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു 2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കണം. 1 കപ്പ് കംപ്ലീറ്റ് നമുക്ക് ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് പോയിട്ട് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ഇതിൽ ഒരു 1/4 കപ്പ് കോക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യണം. മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരാതിരിക്കാൻ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം, അതുവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ കാണിച്ച ബൗളിൽ നിന്ന് ഞാൻ ഇതിലോട്ട് മുട്ട മാറ്റിയിട്ടുണ്ട്. കാരണം ഇനി നമ്മൾ ഷുഗർ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്തോറും ഇത് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ബൗളിലോട്ട് ഞാൻ ഇത് മാറ്റി. ഇനി ഞാനിവിടെ ഒരു 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് അല്പാൽപമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്താലും മതി. പിന്നെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കോഫീൻ്റെ മിക്സ് ചേർക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി ഇട്ടിട്ട് തയ്യാറാക്കിയതാണിത്. ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് ഇത് ഇറക്കി വെക്കണം. ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം പാന്. അപ്പോഴാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കേക്ക് ടിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തുറന്നു നോക്കരുത്, അപ്പോൾ കേക്ക് കുഴിഞ്ഞു പോകും അകത്തേക്ക്. അപ്പോൾ കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കോ സ്ക്യൂറോ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അത് ക്ലീനായി വരുന്നെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം.
ചൂടൊരൽപ്പം മാറിയതിന് ശേഷമേ കേക്ക് ടീനിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോരും, കറക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ലെയറാണോ വേണ്ടിയത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഐസിങ്ങിന് മുന്നേ കേക്ക് ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരല്പം ചെറി ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആ ചെറിയുടെ സിറപ്പൊക്കെ അതിൽ ഇറങ്ങണം. ഇനി ഇതിലേക്ക് കോഫിൻ്റെ മിക്സ് ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടേ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 ലെയറോ 4 ലെയറോ നിങ്ങളുടെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇത് 3 ലെയറാക്കി കട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഞാൻ 2 ലെയറാക്കിയിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്യുക. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, പിന്നെ നല്ല മധുരം ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ യൂസ് ചെയ്യാതെ എങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാവൂ. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഡയറി മിൽക്ക് പോലുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റും, മിൽക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലും ഒരല്പം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 8 പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ പേസ്ട്രി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് കഴിക്കാനായിട്ട് ആരും ഷോപ്പിലൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് യമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്